ഇത് നമ്മുടെ ടെറസ് ഫാമിംഗ് ആണ്. ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഒരു 2-3 പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പം എൻ്റെ ടെറസ് ഫാമിങ്ങിനുള്ള മാറ്റം ഒന്ന് പറയുകയാണ്. ഇതൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ടെറസിൻ്റെ റിവ്യൂ അല്ല. ഇത് റിയലായിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയേക്കുന്നതിൻ്റെ എൻ്റെ ഒരു കമൻറ്റ് ഞാൻ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുകയാണ്. ഞാൻ രാധാകൃഷ്ണൻ സാറിൻ്റെ ത്രൂ ആണ് ഞാൻ ഈ പ്രോഡക്റ്റുകൾ വാങ്ങിയത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് പെൻസ് എന്ന കമ്പനിയുടെ ഗ്രീൻ ബ്രിഡ്ജ് സെൽഫ് വാട്ടറിംഗ് പോട്ടാണ് ഈ ടെറസിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പോട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം വരെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് ടൈം ഉണ്ട്. UV പ്രൊട്ടക്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്, പൊട്ടിപ്പോകത്തില്ല, പൊടിഞ്ഞു പോകത്തില്ല. രണ്ടാമത്തെ ബെനിഫിറ്റ്, നമുക്കിതിനകത്ത് ഒരു ദിവസം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 20-25 ദിവസം വരെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ വെള്ളം കൊടുക്കേണ്ട. അപ്പോൾ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഇതിൻ്റെ പുറകെ നിന്നില്ലെങ്കിൽ കൂടി ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിലൂടെ 90% നമുക്ക് വെള്ളം സേവ് ചെയ്യാൻ പറ്റും, 100% വളം സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അവിടെയാണ് നമ്മുടെ ഈ സാറിൻ്റെ ഈ വളത്തിൻ്റെ ഒരു 100% റിസൾട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റിലാണ് കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ചെടിച്ചട്ടിക്കകത്തോ ഗ്രോ ബാഗിനകത്തോ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പം ഈ ഒരു ഗ്രോ ബാഗിനകത്തു നിന്നും അല്ലെങ്കിൽ സാധാരണ ഒരു ചെടിച്ചട്ടിക്കകത്തു നിന്നായാലും വെള്ളം വേസ്റ്റേജായിട്ട് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന വളത്തിൻ്റെ 50% അങ്ങനെ വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു ഗ്രീൻ ബ്രിഡ്ജ് സെൽഫ് വാട്ടറിംഗ് പോട്ടിനകത്ത് ഞാനത് ഉപയോഗിച്ച് നോക്കിയപ്പം ഇതിനകത്തുനിന്ന് ഒരു 10 ml ഞാനൊരു ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ 10 ml 100% ആ പ്ലാന്റിന് കിട്ടും. കാരണം വെള്ളത്തിൻ്റെ വേസ്റ്റേജ് ഇല്ല. പിന്നെ ഇതൊരു വാട്ടർ കണ്ടെയ്നർ സിസ്റ്റം ആയതുകൊണ്ട് എനിക്ക് വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുത്തു. 1% പോലും വളത്തിൻ്റെ വേസ്റ്റേജ് ഇല്ലാതായപ്പോഴത്തേന് എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഞാനിനി ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ എല്ലാം ഒന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് വേണ്ടുന്നവർ എൻ്റെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഗ്രീൻ ബ്രിഡ്ജിൻ്റെ സെൽഫ് വാട്ടറിംഗ് പോട്ട് അതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഞങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്, വീട്ടിലെത്തിച്ചു തരും. ഇത് ഒരു വാട്ടർ സേവിങ് കൺസെപ്റ്റാണ്. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ ഒരു 220 ചെടിച്ചട്ടി ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ഈ ചെടിക്ക് വെള്ളം കൊടുക്കാനായിട്ട് എനിക്ക് ഒരു സമയവും പോകത്തില്ല. കാരണം ഞാനൊരു ടാപ്പ് തുറന്ന് കൊടുത്താൽ ഒന്നാമത്തെ പോട്ടിനകത്ത് വെള്ളം വീണിട്ട് അതിനകത്തൂടെ ഓവർഫ്ലോ ആയിട്ട് ഈ 220 ചെടിച്ചട്ടിയും തനിയെ നിറഞ്ഞോളും. അപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് സമയം കളയേണ്ട കാര്യമേ ഇല്ല. ഒരു ദിവസം വെള്ളം ഒഴിച്ച് ഇന്നിപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 20 ദിവസം കഴിയുന്നത് വരെ ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും എൻ്റെ ചെടികളോ പച്ചക്കറികളോ ഒന്നും നശിച്ചു പോകത്തില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനം എല്ലാ പ്രോഡക്റ്റുകളും ഇത് ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മളിത് എത്തിച്ചു കൊടുക്കും. ഞാനിപ്പോൾ ഈ 3 പ്രോഡക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് പവർ പ്ലാന്റ് ഗ്രോ, പിന്നെ ബ്ലൂമിങ്, പിന്നെ നൈട്രോ കിങ്, പിന്നെ ഇതുപോലെ കുറച്ച് ഭൂമി പവർ, അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. ഞാനിപ്പോൾ ബാക്കി ഇവിടെ കുറേ സ്ഥലവും കൂടെ ഉണ്ട്. ഇതൊരു ഫുള്ള് ഒരു ടെറസ് ഫാമിംഗ് സിസ്റ്റം ഉണ്ടാക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റിനകത്ത് ഹൈഡ്രോപോണിക്സ് ഉണ്ട്, വെർട്ടിക്കൽ ഫാം സിസ്റ്റം ഉണ്ട്, ഹാങ്ങിങ് ഫാം സിസ്റ്റം ഉണ്ട്. പിന്നെ സ്ട്രോബെറിക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ചെറിയൊരു 1/2 സ്ക്വയർ ഫീറ്റിനകത്ത് നിങ്ങൾക്ക് 39 സ്ട്രോബെറി അല്ലെങ്കിൽ ലീഫി ഐറ്റംസ്, വെജിറ്റബിൾ ഐറ്റംസ് ഇതൊക്കെ നടാൻ പറ്റും. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇതിനകത്ത് നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഈ ഒരു വോയിസിൻ്റെ കൂടെ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ അത് കാണിക്കാതല്ല നിങ്ങളെല്ലാം. ഇതൊരു വാളരി പയറാണ് നമ്മുടെ ഈ ചെടിച്ചട്ടിക്കകത്ത് നിൽക്കുന്ന. ഇതുണ്ടോ, ഫുള്ള് വെജിറ്റബിൾ, നല്ല ഗ്രോത്തോടെയാണ് കിട്ടുന്നത്. ഇതാണ് ഞാനിപ്പോൾ ഒരു 220 ചെടിച്ചട്ടിക്കകത്ത് എൻ്റെ ടെറസ് ഫാമിങ്. അപ്പോൾ ഞാനിവിടെ ഒരു 220 ചെടിച്ചട്ടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 1000-ഓളം ചെടികൾ എനിക്കിതിനകത്ത് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ബോട്ടിലുകൾ, നമ്മൾ വെറുതെ ഉപയോഗിച്ചിട്ട് കളയുന്ന ബോട്ടിലുകൾ ചീര നട്ട് കട്ട് ചെയ്ത് എടുത്തതിൻ്റെ ബാലൻസാണ്. പുതിയത് നട്ടിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, തക്കാളി, എല്ലാ വെജിറ്റബിൾസ് നമുക്ക് ചെയ്യാൻ പറ്റും.
തക്കാളിയൊക്കെ നല്ല രീതിയിൽ കിളിച്ചിരിക്കുന്നുണ്ട്. എല്ലാം പൂത്ത് കാ പിടിച്ച് നിൽപ്പുണ്ട്. മഞ്ഞൾ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് നട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു 20 ദിവസത്തിന് ശേഷമാണ് ഞാനിവിടെ ടെറസിൽ വരുന്നതും വെള്ളം ഒഴിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സെൽഫ് വാട്ടറിംഗ് പോട്ടാണ്. ഇതെല്ലാം പൈപ്പിംഗ് കണക്റ്റഡ് ആണ്. എനിക്കിതിനകത്ത് വെള്ളം ഒഴിക്കാനായിട്ട് ഒട്ടും സമയം പോകത്തില്ല. ഞാൻ അതുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം. വേണ്ടേ, ഇതിപ്പം എൻ്റെ ടെറസിലെ പൈപ്പാണ്. ഇത് ഓസാണ്. എനിക്ക് ഈ ചെടിച്ചട്ടികൾ ഫുള്ള് നിറയ്ക്കാൻ വേണ്ടി ഒരേ ഒരു വർക്കേ ഉള്ളൂ. ഈ ക്യാപ്പൊന്ന് ഊരിയിട്ട് ഈ ഓസ് ഇതിനകത്തേക്ക് കടത്തി കൊടുക്കുക. അതിനുശേഷം ടാപ്പ് ഓൺ ചെയ്യുക. എൻ്റെ എല്ലാ ചെടികളും നടന്നോളും. ഇത് ഇത്രയും ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 2 മണിക്കൂറോളം എടുക്കും ഓരോ ചെടിച്ചട്ടിക്കകത്തും വെള്ളം ഒഴിക്കാനായിട്ട്. ഇത് വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടൈം ആകുമ്പോൾ വന്ന് നിർത്തിയാൽ മതി. അതുപോലെ ഒരു 1/2 സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്ക് 10 കൊല്ലത്തേക്ക് ഏകദേശം ഒരു 30ഓളം വെജിറ്റബിൾസ് നടാൻ പറ്റുമെന്ന് പറഞ്ഞൊരു സിസ്റ്റമാണിത്. ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കണ്ടേ, പച്ചമുളകാണ് ഇതിനകത്ത് ഫുള്ള് പൂത്ത് നിൽക്കുകയാണ്. ഇവിടെ ഇഞ്ചി നട്ടിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് കായ്ച്ച് കിടക്കുന്നുണ്ട്. മഞ്ഞൾ നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരൊറ്റ സിസ്റ്റത്തിനകത്ത് ആണ്. വെർട്ടിക്കൽ സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. ഏകദേശം 30-35 വെജിറ്റബിൾസ് നമുക്കത് ഓരോ ലെയർ വെക്കുന്നതനുസരിച്ചാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. ഇതും ഒരു ക്യാപ്പിലറി ആക്ഷനാണ്. അതായത് ഒരു തിരി കാണുന്നുണ്ടല്ലോ, ഇതാണ് തിരി. അതായത് നമ്മൾ ഇതിനകത്ത് വെള്ളവും വളവും വേസ്റ്റ് ആകത്തില്ല എന്നാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഇവിടെ കൊടുക്കുന്ന വളം അല്ലെങ്കിൽ വെള്ളം എക്സസ് ആയിട്ട് വരുന്നത് താഴത്തെ ട്രേയിലേക്ക് പോകും. താഴേക്ക് പോയിട്ട് താഴെ ഏറ്റവും താഴത്തെ ഈ ട്രേക്കകത്ത് നിറഞ്ഞു കഴിഞ്ഞിട്ട് ആ വെള്ളം നമ്മൾ കുറേ ദിവസം ഇല്ലെങ്കിൽ പോലും ഈ ഒരു വിക്കിനകത്തൂടെ ഇത് വെള്ളം വലിച്ച് മേലേക്ക് എടുക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളം 100% നമ്മുടെ ആ ചെടി തന്നെ വലിച്ചെടുത്തോളും, വേസ്റ്റായി പോകത്തില്ല. അതേപോലെ ഒരു വെർട്ടിക്കൽ സിസ്റ്റമാണ് ഇത്. ഇതിനകത്തും ഫുള്ള് മഞ്ഞളാണ് നട്ടിരിക്കുന്നത് ഞാൻ. ഇതേ സിസ്റ്റമാണ് താഴെ. ഇതൊരു നെറ്റിൻ്റെ സിസ്റ്റമാണ്. ഞാനൊരു ഡെമോയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ഉടനെ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തൊരു വേസ്റ്റ് കമ്പോസ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ നമുക്ക് ഈ ബോക്സിനകത്ത് ഇട്ടിട്ട് ഈ അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റായിട്ട് നമ്മുടെ പ്ലാന്റിലേക്ക് തന്നെ അതിൻ്റെ വളങ്ങളെത്തും. നമ്മളൊരു കമ്പോസ്റ്റ് ആയി കഴിയുമ്പം ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഓരോ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ ചെടികളുടെ മൂട്ടിലേക്കും അതിൻ്റെ സ്ലറി എത്തുകയും അത് വളം വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ് ആയാലും എന്ത് വേസ്റ്റ് ആയാലും നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് ആ കമ്പോസ്റ്റ് ഡയറക്റ്റ് പ്ലാന്റിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണിത്. ഇതും അതുപോലൊരു വെർട്ടിക്കൽ സിസ്റ്റമാണ്. ഞാനിതിനകത്ത് സ്ട്രോബെറി നട്ടിട്ടുണ്ട്. മഞ്ഞൾ, പിന്നെ ഇഞ്ചി, ഇങ്ങനെ എല്ലാം ഇതിനകത്ത് നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ മഞ്ഞളുടെയൊക്കെ ഗ്രോത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇതേപോലെ കിളിച്ച് നിൽക്കുകയാണ് മഞ്ഞൾ. അതേപോലെ ഒരു സിസ്റ്റമാണിത്. നമ്മുടെ വേസ്റ്റ് ഇടാൻ പറ്റുന്ന എല്ലാ ബോക്സാണിത്. ഇതിനകത്ത് വേസ്റ്റ് ഇടുക, അടച്ച് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അത് കമ്പോസ്റ്റായിട്ട് ഡയറക്റ്റ് പ്ലാന്റിലേക്ക് കിട്ടും. ഇതിനകത്ത് കിളിച്ച് നിൽക്കുന്ന പച്ചമുളകാണ്. ഇതുപോലെ ഓരോ ഹോളിന് ഇതിനകത്തൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഈ മുളകിൻ്റെ ഇത് കഴിയുമ്പോഴത്തേന് നമ്മൾ അടുത്തത് നടും. ഇപ്പോൾ തന്നെ ഇത് 2 മുളകാണ് നിൽക്കുന്നത്. ഒന്ന് താഴെയുണ്ട്, ഒന്ന് താണ്ട് ഇവിടെയുണ്ട്. ഇതിനകത്ത് നിൽക്കുന്ന ആ ഗ്രോത്ത് ഉണ്ടോ, ഇതിനകത്ത് നല്ല വെള്ളക്കാന്താരിയാണ്. ഫുള്ള് പൂത്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇത് ഏകദേശം ഒരു 3 മുളക് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു സിസ്റ്റത്തിനകത്ത്. അതായത് 1/2 സ്ക്വയർ ഫീറ്റ് പോലും വേണ്ട ഈ ഒരു സിസ്റ്റം താഴെ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്ലാറ്റിലോ ബാൽക്കണിയിലോ എവിടെ വേണേലും വെക്കാൻ പറ്റും. ഇത് ഇങ്ങനൊരു സിസ്റ്റമാണ്. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത് ഫുള്ള് ഇഞ്ചി, അതുപോലെ വഴുതനങ്ങ, വെണ്ടയ്ക്ക, പച്ചമുളക്, മഞ്ഞൾ, ഇങ്ങനെ ചീര, കറിവേപ്പില, ബീൻസ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഇത് ഓറഞ്ചാണ്. 2 ഓറഞ്ചുണ്ട്. ഇത് ഇത്രയും തടിയായിട്ടുള്ള ഈ സാധനം ഇരിക്കുന്നത് നമ്മുടെ ഈ ചെടിച്ചട്ടിക്കകത്താണ്. ഏകദേശം 1.5 കൊല്ലത്തിൽ കൂടുതലായി ഇപ്പോഴും ആ ചെടിച്ചട്ടി കളർ പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോയി ഒന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, പൂത്തിട്ടില്ല, പൂക്കാറായി വരുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം വഴുതനങ്ങ ഒക്കെ നട്ടിരിക്കുകയാണ്. ഇത് പച്ചമുളക്. ഇതിൻ്റെയൊക്കെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബാക്കി എടുക്കാനായിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണ്. കറിവേപ്പിലയെ കട്ട് ചെയ്തിട്ട് നല്ലോണം തളിർത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് ബീൻസാണ്. നമുക്ക് എത്ര നീളമുള്ള ബീൻസാണ് നിൽക്കുന്നത്.
ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് നമുക്ക് കാണുമെന്നറിയാം. ഇതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ കറക്റ്റ് സമയത്ത് വളം കൊടുക്കുക, അതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. നമ്മൾ കുറച്ച് സമയം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടും. കാരണം നമ്മൾ ഡെയിലി ഇത്രയും ഒരു സെറ്റപ്പ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും അതിന് വെള്ളം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ടും മാറി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഈ സിസ്റ്റം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10-20 ദിവസത്തേക്ക് എവിടെ മാറി നിന്നാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. വെള്ളമില്ലായ്മ കൊണ്ടും വളത്തിൻ്റെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റായ്മ കൊണ്ടും നമ്മുടെ ചെടികൾ ഒരു ബുദ്ധിമുട്ടും വരാതെ നല്ല ഗ്രോത്തോടെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പം ഇത് താല്പര്യമുള്ളവർ ഈ വളവും ഈ നമ്മുടെ ഈ ചെടിച്ചട്ടിയും ഈ സിസ്റ്റങ്ങളെല്ലാം താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്തോളൂ. ഞങ്ങൾ വീട്ടിലെത്തിച്ചേരും. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഫാം സിസ്റ്റം ചെയ്തു തരുന്നുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് പൂനെയിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സ്വന്തമായിട്ട് എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യുക. ഈ കീടനാശിനി അടിച്ച വിഷങ്ങളടിച്ച പച്ചക്കറികൾ വാങ്ങി കഴിക്കാതെ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ചെടിച്ചട്ടി വാങ്ങിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. അവർ കൃഷി ചെയ്ത് പഠിക്കട്ടെ. ചെയ്ത് പഠിക്കുന്നതല്ല, അവർ ആരോഗ്യത്തോടെ അവർ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് വിഷമില്ലാത്ത പച്ചക്കറികൾ വെച്ച് കിടിപ്പിച്ച് അവർ കഴിക്കട്ടെ. നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് അവരിലേക്ക് പകർന്നു കൊടുക്കാം, മുതിർന്നവരായിട്ടുള്ള നമ്മൾ. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു.